ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത മജ്ലിസ് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അബ്ബിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 1 വർഷം പൂർത്തിയായി. ഇനി അങ്ങനെ അള്ളാഹ് കണക്കാക്കിയത് എത്രയാണോ അത്ര അങ്ങനെ നടന്നു പോകും. അള്ളാഹ് എത്രയാണോ അത് കണക്കാക്കിയതുപോലെ ഉണ്ടാകും. അള്ളാഹു അതൊക്കെ നല്ല നിലക്ക് അള്ളാഹു ഖൈറാണെങ്കിൽ നല്ല നിലക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസ് നമ്മുടെ വാർഷിക മജ്ലിസാണ്. 17-ാം തീയതി ബുധനാഴ്ച മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ ദാരിമി തങ്ങൾ വലിയ പണ്ഡിതനാണ്, ദാരിമിയായ തങ്ങൾ പാപ്പയും കൂടിയാണ്, ആലിമുമാണ്. ഒരുപാട് ദുആ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകണം. നമ്മളെ കോഴിക്കോട് ഇടിയങ്ങര അതേപോലെ നമ്മളെ വരക്കല് ഒക്കെ ഇതുപോലത്തെ വലിയ വലിയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകണം. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു വാർഷിക സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. വലിയ തങ്ങൾ പാപ്പയാണ്, അവർ ആണ് നമ്മളെ മജ്ലിസിനെ ദ്വാരക്കണത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നല്ലൊരു മജ്ലിസ് നടത്തണം. നിങ്ങളൊക്കെ ഇവിടെ പങ്കെടുക്കണ പല ആളുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പങ്കെടുക്കാൻ പറ്റാത്തവരും ഇന്ന് പങ്കെടുക്കാൻ പറ്റാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പല പ്രയാസങ്ങളുള്ളവരുണ്ട്. ഓർക്കൊക്കെ വിവരം അറിയിച്ച് നിങ്ങളൊക്കെ പ്രചാരകരായി 2000 ആക്കുള്ള ഭക്ഷണങ്ങളാണ് ഇതിന്റെ സംഘാടകർ ഇതിനു വേണ്ടി നമ്മളെ കുട്ടികളും ഒക്കെ ഇതിനു വേണ്ടി ഏർപ്പാട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന്റെ പ്രചാരകരായി പരമാവധി ആൾക്കാരെ ഇതിൽ ഖൈറായ നൽകുകൾ പങ്കെടുപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന നമ്മളെ സ്ഥാപനത്തിലെ മക്കള്, അലിയാപ്പ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികള്, പടച്ചോനെ ഞങ്ങളടുത്ത് പഠിക്കുന്ന മക്കള്, ഞങ്ങളെ സ്വന്തം സന്താനങ്ങള്, പടച്ചോനെ ഓലൊക്കെ പഠിച്ചൊരു ഉന്നത സ്ഥാനത്ത് എത്തിക്കാണാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവർക്ക് ഭാവിയും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. വല മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ച ഗുരുവര്യന്മാര്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങള്, ഓൽക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാഹ്. മരിച്ചു പിരിഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.